നമസ്കാരം. ചില ആളുകൾക്ക് നമ്മൾ കാണാത്ത ചില മുഖങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ചേക്കണായിരിക്കും കേട്ടാ. അപ്പം അങ്ങനെ ഒരു മുഖം ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഓക്കെ. വേറെ ഒന്നുമല്ല, ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോഴേ എനിക്കൊരു കോള് വന്ന്. അത് എനിക്കൊരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം മുന്നേ ആയിരിക്കണം. അത് ഗാർഡൻ ഏഞ്ചൽ പബ്ലിക് സ്കൂളിലെ സിബി മിസ്സാണ് വിളിച്ചത് കേട്ടാ. മിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, തോമസ് സാറേ സുഖമായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുഖമായിട്ടിരിക്കണം മിസ്സേ എന്ന് പറഞ്ഞു. അണ്ട് മിസ്സേൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ്, തോമസ് സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു എന്താണ് മിസ്സേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സ്കൂളിൽ 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഷെയർ ചെയ്ത് ഒരു കുട്ടിയുടെ ഫീസൊക്കെ അവർ റെഡിയാക്കി. ഒരു കുട്ടിക്കും കൂടി ഫീസ് 1 വർഷത്തെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ മിസ്സിനോട് പറഞ്ഞു, മിസ്സേ നോക്കാം മിസ്സേ, നമുക്ക് ഞാൻ മിസ്സിനെ വിളിക്കാം, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ മിസ്സിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മിസ്സ് സന്തോഷമായിട്ട് വെച്ച്. അപ്പം ഞാൻ ഹാളിലാണ് ഇരിക്കണതേ. അപ്പം ഞാൻ മിസ്സ് വെച്ചതിന് ശേഷം നേരെ അവിടെ കർത്താവിൻ്റെ രൂപമുണ്ട് ഹാളിൽ. ഞാൻ നേരെ അങ്ങാട് മുകളിലോട്ട് നോക്കി. എന്നിട്ട് എന്താ പറയുക, എനിക്ക് ചിരി വന്ന്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടക്കാൻ പൈസ ഇല്ലാണ്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിസ്സിൻ്റെ കോള് വന്നത്. പക്ഷേ മിസ്സിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ല കേട്ടോ. അപ്പം ഞാൻ ആ ദൈവത്തിലേക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഒന്ന് ചിരിച്ച്. അപ്പോൾ ദൈവത്തിന് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ചിരിയുടെ അർത്ഥം. അപ്പം അതിന് എൻ്റെ മനസ്സിൽ ഒരു സ്പാർക്ക്. വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത സുഹൃത്താണ് ജെ കുറ്റിക്കാട്. നിങ്ങളെല്ലാവരും അറിയുമായിരിക്കും. കലൂർ മാർക്കറ്റിൻ്റെ ഓണറാണ് അദ്ദേഹം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം എന്നെൻ്റെ മനസ്സിലൊരു സ്പാർക്ക്. ഞാൻ അപ്പം തന്നെ വിളിച്ച് ജെ കുറ്റിക്കാടിനെ വിളിച്ച്. അപ്പോൾ ഞാൻ സാറേ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഒരു മിസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഫാദർ മരിച്ചു പോയതാണ്. അപ്പോൾ 1 വർഷത്തെ ഫീസ് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച്. 1 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 20,000 രൂപ താഴെ വരും കേട്ടാ. അപ്പോൾ സാറ് പറഞ്ഞ്, കുഴപ്പമില്ല തോമസേ, ഞാൻ അടുത്ത ആഴ്ച ശരിയാക്കി തരാം, ഇങ്ങോട്ട് പോര്, ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറേ, ഞാൻ മിസ്സിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത്. എന്നിട്ട് ഞാൻ വീണ്ടും ആ കർത്താവിൻ്റെ രൂപത്തിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നത് കർത്താവ് എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടാ. ഭയങ്കര സന്തോഷമായി പോയി. കാരണം എൻ്റെ മോളുടെ ഫീസ് അടക്കാൻ ഇല്ലാതെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മറ്റൊരു കുട്ടിയുടെ ഫീസ് അടക്കാൻ ദൈവം എന്നെ ഒരു എന്താ പറയുക നിമിത്തമാക്കിയത് ഓർത്തിട്ട് ഞാൻ അപ്പം തന്നെ മിസ്സിനെ വിളിച്ചിട്ടാ. ഞാൻ പറഞ്ഞു മിസ്സേ കുഴപ്പമില്ല, റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ആഴ്ച ജെയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഫീസിനുള്ള പൈസ മാത്രമല്ല, മിസ്സിന് പിന്നെ കുട്ടിയുടെ വീട്ടുകാർക്ക് അവർക്കൊക്കെ ലോട്ടറി ടിക്കറ്റ്, ബമ്പർ ലോട്ടറി ആയിരുന്നു ആ സമയത്ത്, ആ ടിക്കറ്റ് ഉൾപ്പെടെ അദ്ദേഹം എനിക്ക് തന്നത്. ഭയങ്കര സന്തോഷമായി പോയി. അതിൽ ഞാനും എൻ്റെ മോളും കൂടിയാണ് ടീച്ചറിൻ്റെ വീട്ടിൽ കൊണ്ട് പൈസ കൊടുത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ജെ കുറ്റിക്കാടിൻ്റെ ഉള്ളിലുള്ള ഒരു നന്മ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ ആ ടീച്ചറിൻ്റെ ഉള്ളിലുള്ള നന്മ, അവർ കൊച്ചിന് വേണ്ടിയിട്ട് ഫീസിന് വേണ്ടി എന്നെ വിളിച്ച്. അപ്പോൾ ഇതുപോലെ കുറേ നന്മ മുഖങ്ങളുണ്ട് നമ്മുടെ മുമ്പിലൊക്കെ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്താണ് ഇവർക്കൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന പ്രതിഫലം അല്ലേ? അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അപ്പോൾ ഈ നന്മ മരങ്ങൾ വീണ്ടും പൂത്തുലയട്ടെ എന്ന് ഞാൻ ആശംസിക്കണേ കേട്ടാ. ജെ കുറ്റിക്കാരനും ഒക്കെ ഞാൻ ഒത്തിരി നന്ദി പറയണേ. ഓക്കെ.